പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ്, അങ്ങയുടെ മക്കളുടെ യാത്രകളെ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ലോകമെമ്പാടും പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കളെയും ഞാൻ ആശീർവദിക്കുന്നു. അതിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്നവരെ, ഏകസ്ഥരായി താമസിക്കുന്നവരെ, ഒരു അഭിപ്രായമോ ഒരു തീരുമാനം എടുക്കാൻ അഭിപ്രായം ഇല്ലാത്തവരെ, അഭിപ്രായം പറയാനില്ലാത്തവരെ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നീളുന്ന വിഷയങ്ങൾ അങ്ങയുടെ തിരുസേനയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഗവൺമെൻറ് ഓഫീസിൽ പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിദ്യാഭ്യാസ ഓഫീസുകളിൽ പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവിടെ യാത്രകളെല്ലാം ശുഭമാക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ പ്രാർത്ഥിക്കുന്നു.
അപ്പാ, സ്വർഗീയപ്പാ, അങ്ങേ പുത്രൻ യേശുക്രിസ്തു നാമത്തിൽ അങ്ങ് കൈകൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ശാരീരിക ആവശ്യതകൾ, മനസ്സമാധാനം ഇല്ലാത്ത അവസ്ഥകൾ, സ്വസ്ഥത നഷ്ടപ്പെട്ടവരെ, ഹൃദയഭാരം പേറുന്നവരെ, ഉറക്കമില്ലാത്തവർ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, മുട്ടുകൊഴിഞ്ഞു പോകുന്നവരെ, രോഗം മൂർച്ഛിക്കുന്നവരെ, എൻ്റെ കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിങ്ങളുടെ മേൽ മൂർധാവ് തളിക്കപ്പെടട്ടെ. ഉച്ചമുതൽ ഉള്ളങ്കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ ശക്തി നിർഗമിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവവുമായിട്ട് ഒരു ആത്മവിശ്വാസത്തോടെയുള്ള വിശ്വാസ ജീവിതം, വിശ്വാസ ജീവിതത്തിന് തന്നെ പല ആൾക്കാർക്കും ആത്മവിശ്വാസമില്ല. ചിലർക്ക് ആത്മവിശ്വാസമുണ്ട്. കാര്യം ഈ ആത്മവിശ്വാസത്തിൽ നിന്നാണ് ആത്മധൈര്യം ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം അതിനുള്ള ഈ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗം എന്താ? നമ്മുടെ ആസ്തി ഭദ്രത വർദ്ധിപ്പിക്കുന്നതാണ്. എന്താണ് ആസ്തി ഭദ്രത എന്ന് പറയുന്നത്? നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അറിവാണ്. പഴയ നിയമത്തെ ലീഡറിൻ്റെയും പുതിയ നിയമത്തെ ലീഡറിൻ്റെയും ഒരു മൗലികമായ ഒരു കോമൺ ഫാക്ടറുണ്ട്. പഴയ നിയമത്തിലെ ലീഡർ ആരാണ്? മോസസ്. പുതിയ നിയമത്തിലെ ലീഡർ ആരാണ്? പത്രോസിനോടും മോസസിനോടും തമ്മിലുള്ള ഇവർ തമ്മിലുള്ള കോമൺ ഫാക്ടർ എന്താ അറിയാമോ? ഇവർക്ക് കുറിച്ച് ദൈവത്തിന് നല്ല അറിവുണ്ട്. അതുതന്നെയാണ് മോസസിൻ്റെയും പത്രോസിൻ്റെയും ആത്മവിശ്വാസത്തിന് ആധാരം. ആ ആത്മവിശ്വാസമാണ് ഇവർക്ക് രണ്ടുപേർക്കും ആത്മധൈര്യം നൽകിയത്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധി നമ്മളെക്കുറിച്ച് അറിവുണ്ടാകണം, നല്ല അറിവുണ്ടാകണം ദൈവത്തിന്. ഇപ്പോൾ മോസസിനോട് ഇപ്പം കാര്യങ്ങൾ സാധിക്കുന്നില്ലേ? പല വിഷയങ്ങളും നമ്മൾ പറയുന്നത് ദൈവം നമ്മളെ സഹായിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു കാര്യം, ഒരു ഫാക്ടർ അതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ദൈവം പറയുന്നില്ലേ, നീ ഈ പറഞ്ഞ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരാം. കാരണം എന്താണ്? എനിക്ക് നിന്നെ അറിയാം. പുറപ്പാട് 33:17. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും. പല പല കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പം എക്സസൈസ് കാര്യത്തിൻ്റെ അധിക കാര്യമായി ഇപ്പം. അപ്പം ഈ അധിക കാര്യമാണെങ്കിൽ പോലും ഞാൻ നിനക്ക് ചെയ്തു തരാം. കാരണം എന്താണ്? എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു. നിന്നെ എനിക്ക് നന്നായി അറിയാം. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ. അതായത് ദൈവത്തിന് അറിയാവുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ദൈവത്തിൻ്റെ കൃപയ്ക്ക് പാത്രമാകുന്നതാണ്. അപ്പം ദൈവത്തിൻ്റെ കൃപയ്ക്ക് പാത്രമാകുന്ന കുറേ കാര്യങ്ങൾ മോസസിൻ്റെ നിലപാടിലും നയത്തിലും സമീപനത്തിലുമൊക്കെ ഉണ്ട്. അതാണ് ഇങ്ങനെ ലീഡറാക്കണതിൻ്റെ കാരണം. അപ്പം അതിൻ്റെ അകത്ത് ഒരു കാരണത്തിന് കഴിഞ്ഞാൽ ഇപ്പോൾ അബിമലേക്കും അവരുടെ യുദ്ധമില്ലേ, പുറപ്പാട് 17 യുദ്ധം. അപ്പോൾ മോസസ് യുദ്ധം പ്രാർത്ഥനയെ യുദ്ധം പോലെ തന്നെയാണ് കാണുന്നത്. ജോഷുവനെ യുദ്ധം ചെയ്യാൻ വിടുന്ന പോലെ തന്നെയാണ് മോസസ് പ്രാർത്ഥനയെ കാണുന്നത്. താഴ്വാരങ്ങളിൽ ജോഷുവ യുദ്ധം ചെയ്യുമ്പോൾ മലമുകളിൽ മോസസ് യുദ്ധം ചെയ്യും. എന്താണ്? കൈ ഉയർത്തിപ്പിടിച്ച് നിന്നാണ് യുദ്ധം ചെയ്യും. പ്രാർത്ഥനാ ജീവിതത്തിന് ഒത്തിരി പ്രാധാന്യം കൊടുത്ത ഒരാളാണ് മോസസ്. പക്ഷേ അത് എൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതുകൊണ്ട് മോസസ് പറയുന്നുണ്ട് പുറപ്പാട് 14:14 കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മൗനമായിരുന്നാൽ മതി. പുറപ്പാട് 17:11
മോശ കരങ്ങളുയർത്തിപ്പിടിച്ചിരുന്നപ്പോഴെല്ലാം അപ്പൊ യുദ്ധം ചെയ്യണത് യുദ്ധമാണത്. എന്താണ്? മോസസ് യുദ്ധം ചെയ്തപ്പോഴെല്ലാം, പ്രാർത്ഥിച്ചപ്പോഴെല്ലാം എന്നുള്ള രീതിയിലാണ് പറയണത്. മോസസ് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചുകൊണ്ടിരുന്നു. ഇസ്രായേൽ വിജയിച്ചുകൊണ്ടിരുന്നു. കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്യർക്കായിരുന്നു വിജയം. അമലേക്യർക്കായിരുന്നു വിജയം. ഇത് ജോഷുവായും ഇത് അംഗീകരിക്കുന്നുണ്ട്. കാര്യം വാളുകൊണ്ടല്ല ഇസ്രായേൽ യുദ്ധം ചെയ്യണത്, കർത്താവിൻ്റെ വചനം കൊണ്ടാണെന്ന് ഉള്ള ഈ ആശയം യുദ്ധം ചെയ്യുന്ന ആളിനുമുണ്ട്. അതുകൊണ്ടാണ് അഹ്റോനും ഹൂറും മോസസിന് ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നുകൊണ്ട് മോസസിൻ്റെ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കണത്. എന്തൊരു കാഴ്ചയാണെന്നറിയാവോ? നമ്മളൊരു ജന്മം പറഞ്ഞാൽ തീരത്തില്ല അതിൻ്റെ ഊർജ്ജമെന്ന്. അത്രയ്ക്ക് ഊർജ്ജ സ്രോതസ്സാണ് ആ സംഭവം. Praise the Lord. Hallelujah. സങ്കടമില്ലാതെ ഇരിക്കുക. ദൈവത്തിൻ്റെ മുമ്പിലായി നമ്മൾ ഇരിക്കുന്ന ഒരു അവബോധത്തോടെ ഇരിക്കുക. നല്ലൊരു ബോധ്യം വേണം. ഒരു സങ്കടം പോലും ഇല്ലാതെയാണ് ഇരിക്കേണ്ടത്. അതാണ് വിശ്വാസം. എപ്പോഴും നമുക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴായിക്കോട്ടെ, അതേപോലെ നമ്മൾ ഒരു നിയോഗത്തിനെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾ കൃപാസനായാലും പള്ളിയിലായാലും കുർബാനയ്ക്കായാലും ഒരു അവബോധം ഉണ്ടായിരിക്കണം, ഞാൻ ദൈവത്തിൻ്റെ മുമ്പിലാണെന്ന്. അപ്പോൾ അതിൽ സന്തോഷിക്കാൻ വേണ്ടത് പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവമായിട്ട് നിങ്ങൾ അകന്ന് നിൽക്കുക. അത് ഞാൻ ഒരു ഉറപ്പ് തരാം, വിശ്വാസത്തോടെ സന്തോഷത്തോടെ എല്ലാ വിഷയങ്ങളും, എല്ലാ ഉത്കണ്ഠയും, നിങ്ങളുടെ സഹനങ്ങളെല്ലാം അത് വിട്ടുകളയുക. അത് ദൈവം അനുവദിച്ചു തന്നിരിക്കുന്നതാണ്, നിങ്ങളെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് എന്ത് തന്നെ ആയാലും അത് ദൈവത്തിനറിയാം. അപ്പോൾ നമ്മൾ ഉടമ്പടിയിൽ നമ്മൾ ബൈബിൾ വായിക്കാൻ പറയാറുണ്ട് അരമണിക്കൂർ. അത് വചനത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. ആദിയിൽ വചനമായിരുന്നു, ഈ ലോകത്തിന് മുമ്പേ വചനം ഉണ്ടായിരുന്നു. അത് ദൈവത്തിൻ്റെ കൂടെയായിരുന്നു, അത് ദൈവമായിരുന്നു. അതുവഴിയാണ് ഈ ലോകത്തിലെ എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ ആ വചനം എന്താണ്? ആ വചനം യേശുക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 1:14 ആ വചന ലോകത്തിലേക്ക് വന്ന് നമുക്ക് വേണ്ടി മാംസമായി മാറി. അപ്പോൾ എപ്പോഴും ഞാൻ ഇതിനെക്കുറിച്ച് ധ്യാനിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഞാൻ പറയാം, ഞാൻ രക്ഷപ്പെട്ടുള്ളതെല്ലാം ബൈബിൾ വെച്ചിട്ടാണ്. എനിക്ക് ഈശോരാണെന്നറിയില്ല, അമ്മയെക്കുറിച്ച് പിന്നെയും അറിയാം. ഹൈന്ദവനായിരുന്നു, അപ്പോൾ അമ്മയെക്കുറിച്ചറിയാം. എനിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പെൻ്റെക്കോസ്റ്റാണ്. അവരെല്ലാവർക്കും ബൈബിൾ കൊടുക്കും. എനിക്കൊരു ബൈബിൾ തന്നായിരുന്നു, ചെറിയൊരു ബൈബിൾ. ഇതുപോലത്തെ ഒരു ബൈബിളാണ്, പച്ച കവറുള്ളത്. അത് എന്താണെന്നൊന്നും എനിക്കറിയില്ല. കുറേ ദിവസം ഞാൻ വെറുതെ വെച്ച് എപ്പോഴൊക്കെയോ എടുത്ത് ഞാനത് വായിച്ചായിരുന്നു.
വായിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അത് വായിച്ചതൊക്കെ വല്ല സങ്കടമുള്ള സമയത്താണ് വായിച്ചത്. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് വായിക്കുമ്പോഴൊക്കെ എനിക്ക് വലിയ ആശ്വാസമാണ്. എന്നെ ആരൊക്കെയോ ആശ്വസിപ്പിക്കുകയാണ്. ഞാൻ എന്ത് പ്രശ്നത്തിൽ കൂടി നടന്നു പോവുകയാണോ അതിൻ്റെ ഉത്തരം എനിക്ക് ലഭിക്കുക അതിലിരുന്ന്. പിന്നെ എപ്പോഴും ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. അത് വായിച്ചാൽ എനിക്ക് വിശ്വാസം വന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിലോൺ കുടുംബത്തിൽ 4 പേരുണ്ടെങ്കിൽ 4 ബൈബിൾ ഉറപ്പായിട്ടുണ്ടാകണം. ഓരോരുത്തർക്കും ഓരോ ബൈബിൾ ഉണ്ടാകണം. ഞാൻ ഉറപ്പ് തരാം, നിങ്ങളുടെ പ്രശ്നത്തിനെല്ലാം പരിഹാരം വചനം തന്നെയാണ്, വേറെ ഒന്നുമില്ല. വചനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ കൈയും പിടിച്ചാൽ നടക്കണം. ഏത് യാത്രയിൽ പോയാലും എവിടെ പോയാലും, കാറാണെങ്കിൽ കാറിൻ്റെ 4 ഡോറിൽ ഓരോ ബൈബിൾ വെച്ചിട്ടുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബൈക്കാണെങ്കിൽ ബൈക്കിൻ്റെ പെട്രോൾ ടാങ്കിൻ്റെ അവിടെ ഒരു ബൈബിൾ ഉണ്ടാകണം. ഹാൻഡ് ബാഗിലെല്ലാം ബൈബിൾ ഉണ്ടാകണം. എന്നിട്ട് നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക്, എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ, ഒരു സങ്കടം വരുമ്പോൾ, ഒരു ഉത്കണ്ഠ വരുമ്പോൾ, വേറെ ഒന്നും മൊബൈലൊന്നും എടുക്കേണ്ട, ബൈബിൾ എടുത്തിട്ട് ഒരു പേജ് എടുത്ത് വായിക്കുക. വായിച്ചു നോക്ക്. ഞമ്മക്ക് ചെയ്യുന്നത് ഇതൊന്നും ചെയ്യാറില്ല, വചനം നോക്കാറില്ല. ദൈവത്തെയാണ് നിങ്ങൾ തൊടുന്നത്. വചനം ദൈവത്തിൻ്റെ ശക്തിയാണ്. റോമ 1:16, ഹെബ്രിയ 4:12, അത് വചനം ദൈവത്തിൻ്റെ ശക്തിയാണ്, ഊർജസ്സാണ്. പിന്നെ ഇറ്റ് ഈസ് ആക്റ്റീവാണത്. അതെപ്പോഴും ആക്റ്റീവാണ്. അത് ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടക്കുകയില്ല ചെയ്യുന്നത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കും വചനം. നിങ്ങൾ ഒരു പ്രാവശ്യം വചനം വായിച്ചു കഴിഞ്ഞാൽ, അത് വിശ്വാസത്തോടെ വായിച്ചു കഴിഞ്ഞാൽ, അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, നിന്നുപോയില്ല. വായിക്കുമ്പോൾ മാത്രമല്ല അതിരിക്കുന്നത്. വചനം നിങ്ങളുടെ മനസ്സിനെ പ്രവർത്തിക്കും. ഹൃദയത്തിൽ നുഴഞ്ഞു കയറും, ആത്മാവിൽ കയറും, ശരീരത്തിലും കയറും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? മനസ്സിന് സങ്കടമുള്ളപ്പോൾ, ഞാൻ ഇന്ന് പറയണത്, നിങ്ങൾ ഈ ഒരാഴ്ച ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സങ്കടം, ഉൾക്കണ്ട ഉള്ളപ്പോൾ ബൈബിൾ എടുത്ത് വായിക്കുക. വിശ്വാസത്തോടെ വായിക്കണം. ബൈബിൾ തൊടുമ്പോൾ തന്നെ ഒരു വിശ്വാസപ്രമാണം ചൊല്ലി ഈശോനെ തൊടുന്ന ഒരു വിചാരത്തിൽ വേണം, ആ ഒരു ബോധ്യത്തിൽ വേണം ബൈബിൾ എടുക്കാൻ. വെറുതെ വലിച്ചു കയറി ഇട്ടിട്ട് കാര്യമില്ല. ബൈബിൾ ഉണ്ടാകണം. എപ്പോഴും ഒരു പോക്കറ്റിലൊരു ബൈബിൾ ഉണ്ടാകണം. എന്ന് വെച്ചാൽ ബൈബിൾ ഈ കണ്ണാടിക്കകത്ത് പൂട്ടി വയ്ക്കാനുള്ളതുമില്ല. എൻ്റെ ബൈബിളിൽ ചില പേജ് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിൽ ചില സങ്കീർത്തനമൊക്കെ എടുത്തെടുത്ത് കീറിയിട്ടുണ്ടാകും. ലൈറ്റായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ടാകും പേജിൻ്റെ. അതുപോലെയൊക്കെ ഉണ്ടാകണം ബൈബിള്. ബൈബിളിൻ്റെ കളർ മാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കളറും മാറും. ബൈബിൾ അഴുക്കാകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ജീവിതം വെളുത്തു വരും. പ്രൈസ് ദി ലോർഡ്. അത് ഉറപ്പാണ്. ബൈബിൾ വായിച്ച് അഴുക്കുള്ള ബൈബിൾ ആരുടെ കയ്യിലൊക്കെ ഉണ്ടോ അവരുടെ ജീവിതം വെളുത്തിട്ടുണ്ടാകും. നല്ല പ്രകാശമായിരിക്കും. ബൈബിൾ വെളുപ്പിച്ച് വെച്ചിരിക്കുന്നവരൊക്കെ ജീവിതം കുറച്ച് അഴുക്ക് പറയേണ്ടതായിരിക്കാം. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ബൈബിൾ എത്രയും കൈകാര്യം ചെയ്യണം. ബൈബിൾ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. അപ്പോൾ ഇത് ദൈവം വചനം വെച്ചാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്. ഈ ലോകത്തിലുള്ളതെല്ലാം മനുഷ്യന് വേണ്ടിയിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. മനുഷ്യനോട് അത്രയും സ്നേഹമായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഈ വചനത്തിൻ്റെ അകത്തുണ്ട്. എല്ലാം ഉണ്ട്. നമ്മൾ ചില റെസ്റ്റോറൻറ്റിൽ പോകാറില്ലേ,
ഭക്ഷണം കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോഴത്തേക്ക് അവിടെ മെനു കാർഡ് ഉണ്ടാകും. നമുക്ക് ആവശ്യമുള്ള ഭക്ഷണമൊക്കെ അതിൽ ഉണ്ടാകും. അതിന് ഇത്രയും രൂപ, ഇതിന് ഇത്രയും രൂപ, ഇതിന് ഇത്രയും രൂപ. നമ്മൾ ആ മെനു കാർഡ് ഇപ്പം 4 പേര് നമ്മൾ പോയിരുന്ന 4 മെനു കാർഡ് വെയിറ്റർ കൊണ്ടുവന്നിട്ട് തരുന്നത്. എന്നിട്ട് നമ്മളാ പറയുന്നത് ഇത് ഇത്രാമത്തത്, ഇത് എനിക്ക് വേണം, ഇതെനിക്ക് വേണം, ഇതെനിക്ക് വേണം. അത് അപ്പോൾ അയാൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കൊണ്ടുവരും. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ കയ്യിൽ ബില്ല് തരും. അതുപോലെ തന്നെ ജീവിതത്തിലേക്ക് ആവശ്യമുള്ള എല്ലാ മെനു കാർഡും യേശുക്രിസ്തു അതിന് ഫുൾ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് തന്നിരിക്കുക. ഈ മെനു കാർഡിൽ എമൗണ്ട് ഉണ്ടാകില്ല, അതെല്ലാം ഈശോയുടെ രക്തവും ശരീരവും കൊണ്ട് നമുക്ക് പേ ചെയ്തിരിക്കുക. നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഈശോ പേ ചെയ്തിരിക്കുകയാണ്. ബൈബിൾ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ആവശ്യമുള്ളതെല്ലാം നിനക്ക് ലഭിക്കും. അപ്പോൾ സങ്കീർത്തനം 1-2-3 വായിക്കുമ്പോഴത്തേക്കും രാത്രിയും പകലും വചനം വായിക്കുന്നവരുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കും? നീർച്ചാളയിൻ്റെ അടുത്തുള്ള മരം പോലെ ആയിരിക്കും. അതിൻ്റെ ഇല ഒരിക്കലും കരിഞ്ഞു പോകില്ല, എപ്പോഴും പച്ചപ്പായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പച്ചപ്പുണ്ടാകും, സന്തോഷമായിരിക്കും, സമാധാനം ഉണ്ടാകും. എപ്പോഴും ബൈബിൾ വായിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. വചനത്തിൻ്റെ മെസ്സേജ് പറയുമ്പോൾ ശ്രദ്ധിക്കാൻ സാത്താൻ തോന്നിപ്പിക്കില്ല കേട്ടോ. നിങ്ങളുടെ കുടുംബത്തിൽ ഇരുന്ന് സാത്താൻ്റെ പ്രവൃത്തിയെല്ലാം പോകും. സാത്താൻ എന്ന് പറയണത് തിന്മയുടെ ശക്തിക്ക് നിങ്ങളുടെ മുകളിൽ അധികാരം ഉണ്ടാകില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് പല സമയത്തും വചനം വഴികാട്ടിയാണ്. ഇറ്റ്സ് എൻ ഗൈഡ്. അതൊരു പ്രകാശമാണ്. നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾക്ക് അടുത്ത തീരുമാനം എന്ത് എടുക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റാതെ ഇരിക്കുമ്പോൾ വചനം നിങ്ങളെ സഹായിക്കും. സങ്കീർത്തനം 119-105. ഞാൻ ഈ വചനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വചനം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യം ഉണ്ടാകും. ഇത് പലവർക്കും അറിയാത്തതുകൊണ്ട്, അതെന്താണെന്ന് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്, അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ ഇത് അനുഭവം കൊണ്ട് പറയുക. വലിയൊരു അനുഭവം, എനിക്ക് കുറേ അനുഭവം ഉണ്ട്. അതിലൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഫാമിലിയായിട്ട് ഒരു ദുബായ് ട്രിപ്പ് പോയായിരുന്നു. റിസിലോടെ എൻ്റെ മോൻ ചെറുതെന്ന് പറഞ്ഞാൽ അന്നൊരു 10 വയസ്സുണ്ടാവും, 10-11 വയസ്സ്. റിസിലോൺ. അപ്പോൾ അവിടുത്തെ എയർപോർട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ 1 കിലോമീറ്ററിൽ വെച്ചിട്ടാണ് ഓരോ ഗേറ്റുള്ളത്. ചില സമയത്ത് അവർ അനൗൺസ് ചെയ്യുമ്പോഴത്തേക്കും 1 കിലോമീറ്റർ പോകണം. അപ്പോൾ ഞങ്ങൾ ഒരു എയർപോർട്ടിലേക്ക് തിരിച്ചിങ്ങോട്ട് വരികയാണ്. അപ്പോൾ അവിടെ വേറെ കാര്യമൊന്നും അറിയില്ല, ആ ടൈം ഫിക്സഡാണ്. അപ്പോൾ ഒരു ഗേറ്റ് ഞങ്ങൾക്ക് ആദ്യം പറഞ്ഞ് താഴെയിരുന്ന് പറഞ്ഞ് ആ ഗേറ്റിൽ പോയി നിൽക്കുമ്പോൾ, ആ ഗേറ്റിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഫ്ലൈറ്റിൽ കയറാനുള്ള സമയം 15 മിനിറ്റ് ഉണ്ട്. അവർ അനൗൺസ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ഫ്ലൈറ്റ് വിട്ടു പോകും, ടിക്കറ്റ് എല്ലാം പോവും. അപ്പോൾ ഒരു ഗേറ്റിൽ പോയി ഞങ്ങൾ നിൽക്കുമ്പോഴാണ് പറയണം ആ ഗേറ്റ് മാറിപ്പോയിന്ന്. ആ ഗേറ്റിലേക്ക് എത്തണമെങ്കിൽ 1 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ ഓടിക്കഴിഞ്ഞാൽ എത്താൻ പറ്റും, ഓടണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഞാൻ ശ്രദ്ധിച്ചില്ല, മോന് നല്ല പനിയും, അവൻ ഇങ്ങനെ തളർന്ന് കിടക്കുക. അവിടെ കുറേ നേരമായിട്ട് ഞങ്ങൾ വന്ന് അവിടെ വെയിറ്റ് ചെയ്യുക. എയർപോർട്ട് കൗണ്ടറിൽ 2 മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യുക. അവസാന നിമിഷത്താണ് പറയണം ഈ ഗേറ്റില്ല, അത് ആ ഗേറ്റാണെന്ന്. തെറ്റിപ്പോയതാണെന്തോ. പെട്ടെന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, ഇവനെയും പൊക്കിയിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. എനിക്ക് ഓർമ്മ വന്നത്, ഈശോനെ തൊട്ടപ്പോഴത്തേക്കും ആ രക്തക്ഷാപം സ്ത്രീക്ക് സൗഖ്യം കിട്ടിയതാണ് ഈശോനെ തൊട്ടപ്പോൾ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈശോ എന്നുള്ളത് എന്താ ഉള്ളത്? ബൈബിളുണ്ട് പോക്കറ്റിൽ. എപ്പോഴും പോക്കറ്റിൽ ഒരു ബൈബിൾ ഉണ്ടാവും, ചെറുത്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയാ ഈ ബൈബിൾ ഏതെങ്കിലും ഒരു വചനത്തിലേക്ക് ഇങ്ങനെ വിരൽ തൊട്ട് വെച്ചിട്ട് എൻ്റെ മോനെ ഞാൻ തൊട്ട്.
എൻ്റെ അവൻ്റെ കൈയും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഇതിലേക്ക്. അവൻ ഇങ്ങനെ കിടക്കുക, തലകറങ്ങി ഇങ്ങനെ കിടക്കുക, ടെമ്പറേച്ചർ. പ്രൈസ് ദി ലോർഡ്. ഇത് ഒരേ വിശ്വാസമാണ്. ഞാൻ തൊട്ട് വിശ്വാസപ്രമാണം 3 വിശ്വാസപ്രമാണം ചൊല്ലിയപ്പോഴത്തേക്കും ഞാൻ കണ്ണും പൂട്ടി. നമ്മുടെ അവബോധം എന്തായിരിക്കണം? ഈശോ തന്നെ നിൽക്കുകയാണെന്നുള്ളൊരു ബോധം ഉണ്ടാകണം. വചനം ഈശോ തന്നെയാണ്. ആ വിശ്വാസം ഉണ്ടാകണം. വെറുതെ എന്തെങ്കിലും കഥ വായിക്കുന്ന പോലെ വായിച്ചിട്ട് കാര്യമില്ല. അപ്പം ഞാൻ ഇത് 3 വിശ്വാസപ്രമാണം ചൊല്ലിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ആര് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. പനി മാറി അവൻ സ്റ്റഡിയായി എണിച്ച് നിന്ന് എന്തെന്ന് അവനെയും പൊക്കി നടക്കാൻ പറ്റില്ല. അത്രയും ഞങ്ങൾ പോയി, ഫ്ലൈറ്റും കിട്ടി. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ഒരു അനുഭവമാണ്. അതുപോലെ തന്നെ വചനത്തോട് നിങ്ങൾ വിശ്വാസം കാണിക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു ദാഹം ഉണ്ടാകണം വചനത്തോട്. ഇപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും വചനം വായിക്കണം, ഈശോടത്ത് സംസാരിക്കണം. അത് വചനം സംസാരിക്കുമ്പോഴാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മ അങ്ങോട്ട് പറയുക, വൺ സൈഡാണ് പറച്ചൽ. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മ പറയുമ്പോൾ ദൈവം ഇങ്ങോട്ട് പറയും, അത് കേൾക്കില്ല. അത് കേൾക്കേണ്ടത് ദൈവം നമ്മളോട് സംസാരിക്കണം. പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ബൈബിള് തുറന്നു നോക്കുക, അത് ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന. നമ്മളെല്ലാവരും തപ്പും ഈ നല്ലൊരു വചനം കിട്ടണേ. അതിനു വേണ്ടി ആദ്യത്തെ കിട്ടുമ്പോൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സഹനത്തിൻ്റെ മെസ്സേജ് ആണെങ്കിൽ അത് പൂട്ടി വെച്ചിട്ട് രണ്ടാമത് നോക്കും. അങ്ങനെ ഇല്ല. എന്നിട്ട് 3ാമത് നോക്കും, 4ാമത് നോക്കും. അതൊക്കെ വെറുതെ അന്ധവിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏത് മെസ്സേജ് കിട്ടിയാലും അത് 5-6 പ്രാവശ്യം വായിച്ചു നോക്കുക. അതിലൊരു അർത്ഥം ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് കിട്ടുന്ന പല സമയത്തും എനിക്ക് ഏത് കാര്യം നടന്നാലും നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ വചനം, ബൈബിൾ തുറന്ന് വചനം എടുക്കണം. ഇനിയൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ ഇൻകം ടാക്സിൻ്റെ ഒരു നോട്ടീസ് വന്ന് എൻ്റെ ഓഡിറ്ററിൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ മിസ്റ്റേക്കാണ്. അത് കാര്യം അത് വിസ്തരിച്ചിപ്പോൾ പറയാൻ പറ്റില്ല. എന്നാലും 90 ലക്ഷം രൂപ കെട്ടാൻ പറഞ്ഞ് എനിക്കൊരു നോട്ടീസ് വന്നു. ഞാൻ ഓഡിറ്ററിനെ വിളിച്ച് ഈ നോട്ടീസ് അയാൾക്ക് അയച്ചു കൊടുത്ത് സ്കാൻ ചെയ്ത് അയച്ച് അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അത് അടയ്ക്കൊന്നും വേണ്ട, അത് അപ്പീൽ പോകാം നമുക്ക് എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഓഡിറ്ററോടല്ലേ ചോദിച്ചത്, ദൈവത്തോടും ചോദിക്കാമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ഒരു കൊന്ത ചൊല്ലി വിശ്വാസപ്രമാണം ചൊല്ലി മുട്ടിപ്പേ നിന്ന് ബൈബിള് തുറന്ന് കണ്ണും പൂട്ടി തൊട്ട് നോക്കി. ദൈവം സംസാരിക്കണമല്ലോ. അത് റോമ 13:6 അങ്ങനത്തെ ഒരു വചനമുള്ളത് ഞാൻ ആദ്യമായിട്ട് കാണുക. കുറേ ബൈബിൾ വായിച്ചിട്ടുണ്ട്. നീ നികുതി അടയ്ക്കുക എന്ന് വെച്ചാൽ ഈ ടാക്സ് അടയ്ക്കണമെന്ന് പറഞ്ഞ മെസ്സേജ്. അധികാരികളും ദൈവത്തിൻ്റെ ജോലിക്കാരാണെന്ന് പറഞ്ഞ മെസ്സേജ്. അപ്പീലൊന്നും പോകണ്ട, അവരായിട്ട് തർക്കിക്കാൻ പോകണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അടുത്ത ദിവസം ഇൻകം ടാക്സിൽ പോയി. നമുക്കൊരു ചാൻസ് കിട്ടി, അത് വേസ്റ്റ് ആക്കരുത്. ഈ ബൈബിളും കൊണ്ടുപോയി അയാളോട് പറഞ്ഞ് ഞാൻ എന്തായാലും ടാക്സ് അടയ്ക്കാൻ തീരുമാനിച്ചു. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, വേണമെങ്കിൽ അപ്പീൽ പോകാം. പക്ഷേ എൻ്റെ ഈശോ പറഞ്ഞ് പൈസ കെട്ടാൻ പറഞ്ഞെന്ന് പറഞ്ഞ് ഈ ഒരു അയാൾ ഹൈന്ദവനാണ്. അപ്പോൾ അയാൾക്ക് ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചെടുത്തപ്പോൾ ഇങ്ങനെ കിട്ടിയത് നികുതി അടയ്ക്കാൻ പറഞ്ഞിരിക്കുക. അയാൾക്ക് എന്ത് മനസ്സിലായി എന്നൊന്നും അറിയില്ല. പക്ഷേ ഒരു വചനം പറയാൻ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അത് പറഞ്ഞ് ആ പൈസയും കെട്ടി. പ്രൈസ് ദി ലോർഡ്. ഇത് 2005 ഹല്ലേലൂയ. 2008-09 ആകുമ്പോഴത്തേക്ക് എനിക്ക് ഇൻകം ടാക്സ് അച്ഛൻ പറഞ്ഞ പോലെ റെയ്ഡ് ഉണ്ടായിരുന്നു. ചെറിയ ബിസിനസ്സില്ല, വലിയ ബിസിനസ്സാണ്. മാതാവ് തന്നതാണ്. 10 രൂപയ്ക്ക് 10 രൂപ പോക്കറ്റിലുണ്ടായില്ല. 10 രൂപയില്ല, 1 രൂപ. അന്നത്തെ കാലത്ത് 1 രൂപ പോക്കറ്റില്ലാതെ കാലം ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകില്ല. അതിലിരുന്ന ദൈവം മാറ്റിയത്, അമ്മ മാതാവ് മാറ്റി തന്നതാണ്. എനിക്ക് മാത്രമല്ല, എനിക്കിങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതെക്കാളും കൂടുതൽ കിട്ടും. പ്രൈസ് ദി ലോർഡ്. അമ്മയുടെ കൈ പിടിച്ചേച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ 90 ലക്ഷം രൂപ ഞാൻ അന്ന് കെട്ടിച്ചത് ദൈവം തന്നെയാണ്. അത് കെട്ടാൻ പറഞ്ഞത് അതനുസരിച്ച് അത് കെട്ടി.
എനിക്ക് ഇൻകം ടാക്സ് റെയ്ഡ് ഉണ്ടായി 2008-09. അന്ന് വലിയ പ്രശ്നമായിരുന്നു. പക്ഷേ അന്ന് ഈ 90 ലക്ഷം കെട്ടിയതിൽ കൊണ്ട് തന്നെയാണ് ഞാൻ രക്ഷപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. അത് കെട്ടാതിരുന്നു വെച്ചെങ്കിൽ വലിയ കേസാവുമായിരുന്നു. അങ്ങനത്തെ ഒരു ഇഷ്യൂ ആയിരുന്നു. ആ പ്രശ്നം തന്നെ അതിപ്പോൾ പറഞ്ഞാൽ മനസ്സിലായില്ല, അത് കുറേ പറയാനുണ്ട്. അപ്പോൾ അന്ന് എന്നെ ഗൈഡ് ചെയ്തത്, എനിക്ക് പ്രകാശമായിട്ട് നിന്നത് ദൈവവചനം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങളുടെ എന്ത് പ്രശ്നത്തിനും ദൈവം ഒരു മെനോക്കാർഡാക്കി, നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഇതിൻ്റെ അകത്ത് ഞാൻ വചനമായിട്ട് വെച്ചിട്ടുണ്ട്, നീ തിരഞ്ഞെടുക്കുക. പക്ഷേ ഇത് വചനം നമുക്ക് പ്രയോജനപ്പെടാറില്ല പലവരിക്കും. ഞാനിപ്പോൾ പറഞ്ഞാലും ചിലവരിക്കൊക്കെ അത് പ്രയോജനപ്പെടില്ല. അതിൻ്റെ കാരണം എന്താ? ഹെബ്രിയ 4:2. വചനം പ്രയോജനപ്പെടാത്തതിൻ്റെ കാരണം അവരതിൽ വിശ്വസിച്ചില്ല, വചനത്തിൽ വിശ്വസിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെല്ലാവരും എന്ത് വചനം കിട്ടിയാലും അത് നിനക്കുള്ളതാണെന്ന് പറഞ്ഞ് വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഹനത്തിൻ്റെ വചനം, ഈശോ സഹിക്കുന്ന വചനം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, അതിൽ സന്തോഷിക്കാൻ വേണ്ടത്. ഈശോ കുരിശിൽ തൂങ്ങുന്ന വചനം കിട്ടിയ ചിലവരൊക്കെ ആ പേജ് മാറ്റി വയ്ക്കും അങ്ങോട്ട്, പിന്നെ ബൈബിൾ തുറക്കില്ല. പ്രൈസ് ദി ലോർഡ്. നിനക്ക് നിത്യജീവന് വേണ്ടി ദൈവം നിന്നെ വിളിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് നിത്യജീവന് വേണ്ടി ദൈവം മരിച്ചത്, അതാണ് സുവിശേഷം. നമുക്ക് മരണമില്ല. ഹല്ലേലൂയ. നിത്യജീവൻ അന്വേഷിക്കുമ്പോഴത്തേക്കും, നിത്യജീവന് വേണ്ടി നീ ജോലി ചെയ്യുമ്പോൾ മറ്റുള്ളതെല്ലാം നിനക്ക് തനിയെ കിട്ടും. മത്തായി 6:33. അപ്പോൾ അങ്ങനത്തെ ആ വചനത്തെ നീ വിശ്വസിച്ച് സ്നേഹിക്കുമ്പോൾ നിനക്ക് അനുഗ്രഹത്തിൻ്റെ വചനം നിനക്ക് കിട്ടണ്ട, അനുഗ്രഹം നിനക്ക് കിട്ടിക്കോളും. പ്രൈസ് ദി ലോർഡ്. നീ ദൈവരാജ്യത്തിന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ മറ്റുള്ളതെല്ലാം നിനക്ക് തനിയെ അതിൻ്റെ കൂടെ ചേർത്ത് ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ വചനത്തെ സ്നേഹിക്കണം. അത് നമുക്ക് പ്രയോജനപ്പെടാത്ത കാര്യം, വചനത്തിൽ അവർ വിശ്വസിച്ചില്ല. ഹെബ്രിയ 4:2. അപ്പോൾ പലവരും നമ്മൾ ബൈബിൾ വായിക്കും. ദിവസവും ബൈബിൾ വായിക്കുന്ന കുടുംബത്തിന് ഒരു കുറവും ഉണ്ടാകില്ല. വീട്ടിലൊരു പ്രശ്നം വന്നാൽ, ഭാര്യ ഭർത്താവ് തമ്മിൽ ഒരു പ്രശ്നം വന്നാൽ നമുക്ക് ഒക്കെ പേടി വരും. പല കുടുംബവും ഇത് എന്നോട് കൗൺസിലിങ്ങിനെ വിളിക്കും. പ്രശ്നം തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് എവിടെ പോയി അവസാനിക്കുമെന്ന് അറിയില്ല. പ്രൈസ് ദി ലോർഡ്. തുടങ്ങുന്ന അറിയില്ല, പിന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് എവിടെ അവസാനിക്കും എന്നറിയില്ല. ഒന്നും ചെയ്യരുത്. ഒരു പ്രശ്നം വന്നാൽ, പിശാച് ഒരു പ്രശ്നത്തെ കൊണ്ടുവന്നാൽ ആദ്യം പോയി ബൈബിൾ എടുക്കുക. എന്നിട്ട് നിങ്ങളെ ചീത്ത വിളിച്ചാൽ, ഭർത്താവാണ് വിളിച്ചത് അല്ല ഭാര്യയാണോ വിളിച്ചത്, ഒരു പേജ് ബൈബിൾ വായിച്ചിട്ട് തിരിച്ച് പറയാമെന്ന് തീരുമാനിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പേജ് എടുത്ത് വായിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഒരു സഹിക്കാൻ പറ്റാത്തൊരു ന്യൂസ് കിട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷിക്കാതെ ഒരു പ്രശ്നം വന്ന്, ഇല്ല ഒരു ഫോൺ കോൾ വന്ന്, ആദ്യം ഒരു പേജ് ബൈബിൾ എടുത്ത് വായിക്കുക, ഒരു അധ്യായം വായിക്കുക. പ്രൈസ് ദി ലോർഡ്. അത് വായിക്കേണ്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതെങ്കിലും പേജ് എടുക്കരുത്. നമ്മൾ എപ്പോഴും ഒരു തുടക്കം കുറിച്ച് വയ്ക്കുക. മത്തായി മുതൽ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് എവിടെ വെച്ച് തീർക്കണോ അവിടെ ഒരു മാർക്ക് ചെയ്യുക. ഇതുപോലെ ഒരു എന്തെങ്കിലും മാർക്ക് ചെയ്ത് വയ്ക്കുക. ആവശ്യം വരുമ്പോഴൊക്കെ അതിൽ തന്നെ ഒരു പേനയും വയ്ക്കുക, പേനയോ പെൻസിലോ. എന്നിട്ട് അവിടെ മാർക്ക് ചെയ്ത് വയ്ക്കുക. അടുത്ത പ്രാവശ്യം ഒരു ആവശ്യം വരുമ്പോൾ അത് മാർക്ക് ചെയ്യുക. എന്നിട്ടൊരു തീരുമാനം എടുക്കുക. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവർക്കും സംശയം വരും, ഇത് ദൈവഹിതമാണോ? ഇല്ല. ഇത് ഞാൻ എടുക്കുന്ന തീരുമാനം കറക്റ്റാണോ തെറ്റാണോ? ബൈബിൾ എടുത്ത് വെച്ച് വായിക്കുക. വഴികാട്ടിയ ബൈബിള്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബൈബിൾ എടുത്ത് വെച്ച് വായിച്ചിട്ട് ദൈവവചനം വായിക്കുക. എന്താണെന്നാൽ നമ്മളെ സൃഷ്ടിച്ചതെല്ലാം വചനം വെച്ചിട്ടാണ്. അപ്പം നിങ്ങൾക്കുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്കൊരു റിപ്പയർ ആയിക്കഴിഞ്ഞാൽ അത് നമ്മളെ സൃഷ്ടിച്ചത് എന്താണ്? വചനമാണ്. വചനം കൊണ്ട് തന്നെ നമ്മളെ റിപ്പയർ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ വചനം നമുക്ക് പ്രയോജനപ്പെട്ടില്ല. അതിൻ്റെ കാരണം അതിൽ വിശ്വസിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. വചനത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ വചനത്തിലുള്ളതെല്ലാം, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അതിലുണ്ട്. സമ്പത്തുണ്ട്, നിൻ്റെ കടബാധ്യത തീരാൻ നിനക്ക് ഭവനം അതിൽ കിട്ടും, നിൻ്റെ പേടി മാറും, രോഗം മാറും. ഇതെല്ലാം വചനത്തിലുണ്ട്. ഞാൻ കുറച്ച് എക്സാമ്പിൾ പറയാം അതിൻ്റെ. അതൊക്കെ ഉണ്ട്. പക്ഷേ
അത് നിൻ്റെ ചില സ്ത്രീകൾക്ക് ഭർത്താവ് മരിച്ചുപോയി, ആരുമില്ല, ഒറ്റപ്പാണ്, തനിച്ചാണ്. അപ്പോൾ യെശയ്യാ 54:5 എടുത്ത് വായിക്കുക. കർത്താവാണ് നിൻ്റെ ഭർത്താവ്. പ്രൈസ് ദി ലോർഡ്. നീ അത് വായിച്ചു നോക്ക്. അതുപോലെ ആശ്വാസമായിരിക്കും നിനക്ക്. പിന്നെ മനസ്സിലാകും, ഞാൻ ഉറപ്പ് തരാം, ദൈവം കൈപിടിച്ച് നടക്കുന്ന അനുഭവം നിൻ്റെ ജീവിതത്തിലേക്ക് ഉണ്ടാകും. അതിൽ ഒരു സംശയം വേണ്ട. ചിലവർക്ക് പേടി, രാത്രിയാകുമ്പോഴത്തേക്കും പേടിയാ, പല കാര്യത്തിൽ പേടി. മക്കൾക്ക് ചെറിയൊരു ചുമ വന്നാൽ മതി, പേടിയാ, എല്ലാ കാര്യത്തിലും പേടിയാ. അവർ പുറത്തേക്ക് സൈക്കിളെടുത്തോ ബൈക്കെടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പേടിയാ. 10-100 പ്രാവശ്യം മൊബൈലുണ്ടെങ്കിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, അവർക്ക് ദേഷ്യം വരും, പ്രശ്നമാണ്. ജെർമിയ 42:11 എടുത്ത് വായിക്കണം. നീ പേടിക്കേണ്ട, ഞാൻ നിന്നോടൊപ്പം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒപ്പം ഉണ്ടെന്ന് വെച്ചാൽ അനുഭവം കിട്ടണമെങ്കിൽ നീ അത് വിശ്വാസത്തോടെ സ്വീകരിക്കണം. നമ്മൾ അത് വിശ്വാസത്തോടെ എടുക്കില്ല. അതാണ് അത് നമുക്ക് അനുഭവമായിട്ട് മാറാത്തത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഞാനത് പറഞ്ഞുതരാം, എങ്ങനെയാണ് വചനം വിശ്വസിക്കുക. വചനം വിശ്വസിക്കാനുള്ള കൃപ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആഗ്രഹമുണ്ടോ? വചനം നിങ്ങൾക്ക് പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ അതിൽ വിശ്വസിക്കണം. അത് വിശ്വസിച്ചത് എങ്ങനെയാണ്? അത് ആരെ കണ്ടാണ് അമ്മ പഠിക്കേണ്ടത്? അമ്മയെ കണ്ടാണ് പഠിക്കേണ്ടത്. ലൂക്ക 1:45 വചനം അത് നിറവേറുമെന്ന് വിശ്വസിച്ചാൽ നീ ഭാഗ്യവതി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്. അമ്മ വിശ്വസിച്ചതുപോലെ ഇപ്പോൾ അത് നിറവേറുമെന്ന് അങ്ങോട്ട് വിശ്വസിക്കുക. സങ്കടപ്പെടാതിരിക്കുക, നന്ദി പറയുക. വചനം എടുത്ത് അത് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട്, ഞാൻ തനിച്ചില്ല ഈശോയെ, നീ പറഞ്ഞിട്ടുണ്ട് 14:18 യോഹന്നാൻ 14:18 നീ എന്നെ വിട്ട് പോകില്ല, എപ്പോഴും നീ എൻ്റെ കൂടെ ഉണ്ട്. വലിയൊരു പ്രശ്നമാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. ഇല്ല, വലിയ പ്രശ്നമാണ്, കടബാധ്യതയാണ്, അപമാനം ഉണ്ടാകും, അവമാനിക്കപ്പെടും, ബാങ്കുകാർ വരും. നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് നീ എനിക്ക് വാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിശ്വസിക്കുക, ദൈവം അവിടെ വാതിക്കൽ നിൽക്കുകയാണ്, നിൻ്റെ മുമ്പിൽ നിൽക്കുകയാണെന്നുള്ളത് വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിങ്ങനെ ശീലിക്കണം കേട്ടോ. ഇങ്ങനെ പറഞ്ഞ് വചനം അത് ട്രെയിനിങ് എടുക്കണം, പ്രാക്ടീസ് ചെയ്യണം, പരിശീലിക്കണം അത്. അപ്പോൾ ഇത് അമ്മ മാതാവും സക്രിയയ്ക്കും ദൈവം ഒരേ മെസ്സേജാണ് കൊടുത്തത്. നീ ഒരു പുത്രനെ പ്രസവിക്കും, നീ ഗർഭവതിയാവും എന്ന് പറഞ്ഞാൽ മെസ്സേജ് കിട്ടിയത് സക്രിയയ്ക്കും അതാ കിട്ടിയത്. സക്രിയയ്ക്ക് കിട്ടിയത് നിൻ്റെ ഭാര്യ ഗർഭവതിയാവുന്ന. രണ്ടുപേരും. പക്ഷേ എന്തായിരുന്നു വ്യത്യാസം? സക്രിയയും ചോദിച്ച് ഇതെങ്ങനെ സാധിക്കും, അവൾക്ക് പ്രായമേ ഉള്ളൂ. അമ്മ ചോദിച്ച് ഇതെങ്ങനെ സാധിക്കും. എങ്ങനെ സാധിക്കുമെന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അമ്മയും ഔസേപിതാവും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുകയായിരുന്നു. അമ്മയ്ക്ക് വേണമെങ്കിൽ വിശ്വസിക്കാമായിരുന്നു, ഇത് പറഞ്ഞത് ചിലപ്പോൾ 1-2 കൊല്ലം കഴിഞ്ഞാൽ ഉള്ള കാര്യമാണ് എന്നോട് ദൈവദൂതൻ പറഞ്ഞതെന്ന്. പ്രൈസ് ദി ലോർഡ്. ഗബ്രിയേൽ മാലാഖ പറഞ്ഞതെന്ന്. പക്ഷെ അമ്മ വിശ്വസിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് നിറവേറി എന്നാണ് വിശ്വസിച്ചത്. അവിടെ ദൈവം പറയാണ്, ഗബ്രിയേൽ മാലാഖ വഴി ദൈവം പറയാണ് നീ ഗർഭവതിയാവുമെന്ന്. അമ്മ വിശ്വസിച്ച് ഇപ്പം തന്നെ ഞാൻ ഗർഭവതിയായിന്ന്. ഇനി കല്യാണം കഴിഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നിശ്ചയം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ പുരുഷനെ കണ്ടിട്ടില്ലല്ലോ, ഇപ്പം തന്നെ ഞാൻ ഗർഭവതിയായി. അതാണ് വിശ്വാസം. ഹല്ലേലൂയ. അപ്പോൾ വിശ്വസിക്കേണ്ടത് നിങ്ങൾ വചനം വായിക്കുമ്പോൾ തന്നെ, വചനം കേൾക്കുമ്പോൾ തന്നെ അത് വിശ്വസിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കുക. അവർ പ്രാർത്ഥിച്ചോട്ടെ, കുറച്ച് കാര്യം അവർ പ്രാർത്ഥിക്കട്ടെ. അതിനേക്കാളും വലിയ പ്രാർത്ഥനയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വചനം കേൾക്കുക എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പലവരിക്കും
ഇത് കേൾക്കുമ്പോഴൊക്കെ സുഖമായിരിക്കും, പക്ഷേ ഇതൊക്കെ വിട്ടുപോകും. എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ നിയോഗം ഓടിക്കൊണ്ടിരിക്കുക. നിങ്ങളെല്ലാ പ്രശ്നത്തിൻ്റെയും ഉത്തരവായി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതൊക്കെ ഭയങ്കര സുഖമാണ്. ഈ വചനത്തോടുള്ള സ്നേഹം എന്ന് പറയണത് ചെറിയ കാര്യമില്ല. അമ്മയും ഇത് തന്നെ, എങ്ങനെ ഉടമ്പടി എടുക്കാൻ വന്നിട്ടുണ്ട്, അവൻ പറയുന്നത് ചെയ്യുക. അവൻ പറയുന്നതൊക്കെയാണ് ഈ വചനം. പ്രൈസ് ദി ലോർഡ്. അത് ആദ്യം വിശ്വസിക്കുക. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? വചനം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താ? പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഈശോനെ അറിയുക. ഈശോ ആരാണ്? ഈശോ ആരാണ്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതുകൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. എന്നോട് 20 മിനിറ്റ് 25 മിനിറ്റാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. ഈശോനെക്കുറിച്ചൊരു അവബോധം ഉണ്ടെങ്കിൽ അതാണ് വിശ്വാസം. ഈശോ ആരാണെന്ന് ഈശോനെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈശോ തന്നെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കടലിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും, ശിഷ്യന്മാരോട് യാത്ര ചെയ്യുമ്പോഴത്തേക്കും, മാർക്ക് 4:38 നോക്കുമ്പോഴത്തേക്കും കൊടുങ്കാറ്റുണ്ടാവും കടലിൽ. ഈശോ സുഖമായിട്ട് കിടന്നുറങ്ങിയ. പ്രൈസ് ദി ലോർഡ്. സുഖമായിട്ട് കിടന്നുറങ്ങുക. ശിഷ്യന്മാരെല്ലാം പേടിച്ച് മരിക്കാൻ പോയാണ് ഗുരുവിനെ വിളിക്കുക. ഞമ്മ മരിക്കാൻ പോയാണ്, നീ കിടന്നുറങ്ങിയാണല്ലോ എന്ന്. ഈശോ സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് എണിച്ചിട്ട് ഒറ്റ വാക്കി പറയും, കൊടുങ്കാറ്റ് നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഈശോ അതിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്, നിൻ്റെ ജീവിതത്തിലുള്ള എല്ലാ കൊടുങ്കാറ്റിനും എൻ്റെ ഒരു വാക്ക് മതി. അതാണ് ഞാൻ നിൻ്റെ കയ്യിൽ തന്നിരിക്കുന്നത്. ഒറ്റ വാക്ക് മതി. ആ ആളാണ് ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകുന്ന വാഗ്ദാനം നിനക്ക് തന്നിരിക്കുന്നത്. വിശ്വസിക്കാത്ത നിൻ്റെ പ്രശ്നമാണ്. നീ വിശ്വസിക്കുക, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, ഞാൻ നിൻ്റെ കൈ പിടിച്ചിരിക്കുകയാണ്. നിൻ്റെ എല്ലാ പ്രശ്നത്തിനും എൻ്റെ ഒരു വാക്ക് മതി. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഈ സഹനത്തിൽ കൂടി നടന്നു പോകുന്നത്? സഹനത്തിൽ കൂടി നടന്നു പോകുന്നത് നിൻ്റെ ബലഹീനതയിൽ ദൈവത്തിൻ്റെ ശക്തി വലുതായിരിക്കും. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 9-10 ചില കാര്യങ്ങൾ ദൈവം അത് അനുവദിച്ച് തരുന്നതാണ്. ദൈവം കൂടെ നടന്നുകൊണ്ട് അതൊരു കാലത്ത് ദൈവം ഒരു വാക്ക് പറയും, ആ പ്രശ്നങ്ങളൊക്കെ നീങ്ങും. പക്ഷേ നിന്നെ കൃപയിൽ വളർത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ തിരുമനസ് അതാണ്, നമ്മൾ ഓരോരുത്തരും കൃപയിൽ വളരണം. പ്രൈസ് ദി ലോർഡ്. ദൈവ ജോലിക്ക് വേണ്ടി വളരണം. ഓരോരുത്തരെയും ദൈവം വളർത്തുന്നത്, നിനക്ക് അനുഗ്രഹം തരുന്നത് നീ ദൈവത്തിൻ്റെ ജോലിക്കാരനായിട്ടോ ജോലിക്കാരിയായിട്ടോ മാറാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ ദാസിയും ദാസനുമായിട്ട് മാറാനാണ്. ദൈവത്തിന് നിന്നെക്കൊണ്ട് ഒരു പദ്ധതിയുണ്ട്, ജോലി ചെയ്യിപ്പിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. അതിന് കൃപ തരും. സെൻറ്റ് പോളിന് വയറുവേദന ഉണ്ടായിരുന്നു. എന്തൊക്കെ അങ്ങേരെ 100 കണക്കിന് ആൾക്കാർ, 1000 കണക്കിന് ആൾക്കാർക്ക് പല രോഗങ്ങളും മാറ്റി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങേരുടെ വയറുവേദന മാറിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങേരെ എപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറയും എൻ്റെ കൃപ മാത്രം മതി, അത് അവിടെ നിൽക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നിനക്കുള്ള കുറവ് എവിടെയാണോ, നിൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ആ കുറവുള്ള സ്ഥലത്ത് ദൈവ കൃപ നിറയാൻ വേണ്ടിയിട്ട് ആ കുറവ് തന്നിരിക്കുക, ആ സ്പേസ് തന്നിരിക്കുക ദൈവം. പ്രൈസ് ദി ലോർഡ്. നിനക്ക് എന്ത് പ്രശ്നമാണോ ഇന്ന് ഇത് ചെയ്തു നോക്കിക്കോ. നീ ഇത് വിശ്വസിച്ച് കഴിഞ്ഞാൽ നന്ദിയോടെ നിനക്ക് വരുന്ന സഹനവും വേദനയും നീ ഏറ്റുവാങ്ങിക്കൊണ്ട് ദൈവത്തോട് കൃപ ചോദിച്ചു കഴിഞ്ഞാൽ ആ കൃപയിൽ നിൻ്റെ പ്രശ്നം ഉള്ളവരെ ഒരു 1000കണക്കായ ആൾക്കാരെ നിനക്ക് സൗഖ്യം കൊടുക്കാൻ സാധിക്കും. ഓരോരുത്തർക്കും. പ്രൈസ് ദി ലോർഡ്. നിനക്കൊരു രോഗമാണ്, അത് നീ ദൈവനാമത്തിൽ അത് ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് ഈ വേദന ഉണ്ടായിക്കോട്ടെ, എനിക്ക് കാലുവേദനയാണ്, നടുവേദനയാണ്, നീ ഒരാളെ ആ വേദന ദൈവനാമത്തിൽ നന്ദിയോടെ ഏറ്റെടുത്തുകൊണ്ട് അത് കൃപയായിട്ട് മാറും. ഏറ്റെടുത്തുകൊണ്ട് വേറെ നടുവേദനയുള്ള ആളെ നീ തൊട്ട് ഒരു വിശ്വാസപ്രമാണം ചൊല്ലിക്കോ, ആ നടുവേദന അവിടെ മാറിയിട്ടുണ്ടാകും, ഉറപ്പാണ്. പ്രൈസ് ദി ലോർഡ്. നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. നിനക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, കടബാധ്യതയുണ്ട്, അത് അങ്ങനെ നിന്നെ നിലനിർത്തിക്കൊണ്ട് എനിക്ക് എൻ്റെ ദൈവമുണ്ട്, അത് ആവശ്യം വരുമ്പോഴത്തേക്കും എന്നെ വീഴാൻ ദൈവം സമ്മതിക്കില്ല, എന്നെ ഉയർത്തി നിൽക്കും.
ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവർ ഒരു കാലത്തും ദൈവം സമ്മതിക്കില്ല, താഴെ വീഴാൻ സമ്മതിക്കില്ല. അത് ആ സമയമാകുമ്പോൾ ദൈവം ഒരു വാക്ക് പറഞ്ഞോളും. അത് വിശ്വസിച്ചുകൊണ്ട് സന്തോഷത്തോടെ നന്ദി പറഞ്ഞ് നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിനക്ക് കൃപ നിറയും. നിന്നെപ്പോലെ കടബാധ്യതയുള്ള 1,00,000 പേർക്ക് നീ പ്രാർത്ഥിക്കുമ്പോൾ ആര് വന്നാൽ അവരുടെ കടബാധ്യത നീങ്ങുന്നത് നിനക്ക് കാണാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് കൃപ. ഹല്ലേലൂയ. ചിലപ്പോൾ നിൻ്റെ ഭർത്താവ് മദ്യപാനിയായിരിക്കാം. അത് ദൈവം നിനക്ക് തന്നതാ, അനുവദിച്ചു തന്നതാ. അത് നീ ഇടയ്ക്ക് വെച്ച് അതിനെ ചൊല്ലി സങ്കടപ്പെടുകയോ വഴക്കിടുകയോ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പലവരുടെ മദ്യപാനം നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ വചനത്തെ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ ഒരു വാക്ക് മതി. അതാണ് വിശ്വാസം. വചനത്തിൽ വിശ്വസിക്കേണ്ടത് എന്താണ്? എൻ്റെ കൂടെ ദൈവം നിൽക്കുകയാണ്. ആ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ പ്രശ്നങ്ങൾ നീങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അത് വിശ്വസിക്കുക. ബൈബിൾ ഇല്ലാത്തവരാരെങ്കിലും കൈപൊക്ക് ഉണ്ടോ? അവർ കൈപൊക്കാവോ? ബൈബിൾ ഇല്ലേ? ഹൈന്ദവരാ ആണോ? പ്രൈസ് ദി ലോർഡ്. 2 ബൈബിൾ വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്തവരാണെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് വന്ന് കാണുക, ഞാൻ ബൈബിൾ അറേഞ്ച് ചെയ്ത് തരാം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് പേര് എഴുതി കൊടുക്കണം. ബൈബിൾ അത്യാവശ്യമാണ്. അതേപോലെ എല്ലാ വീട്ടിലും എത്ര മുറിയുണ്ടോ ആ മുറിക്കകത്ത് എല്ലാ മുറിയിലും കിച്ചണിൽ വരെ ഒരു ബൈബിൾ വെക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഒന്ന് പാചകം ചെയ്യുമ്പോഴത്തേക്ക് ഒരു 2 മിനിറ്റ് കിട്ടിയ, അപ്പോൾ ടി വിയും പാട്ടും ഇല്ല കേൾക്കേണ്ടത്, ബൈബിൾ എടുത്ത് ഒരു 2 വാക്ക് വായിക്കുക. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും ഒരു നിയോഗത്തിന് വേണ്ടിയിട്ട്, വല്ലവർക്ക് വേണ്ടിയിട്ട് ദൈവം കാണിച്ചു തരും. അങ്ങനെ ആകുമ്പോഴത്തേക്കും ദൈവം കുറേ കാര്യങ്ങൾ പ്രാർത്ഥിക്കേണ്ട വിഷയം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. പല കാര്യങ്ങൾ കാണും. ഈ റോട്ടിൽ കൂടി പോകുമ്പോൾ പലവരെയും കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ഭാര്യയും ഞാനും പിളനായി പോയപ്പോഴത്തേക്ക് എനിക്ക് വലിയ അതിശയമാണ്. ഞങ്ങൾ കാറിൽ പോകുമ്പോൾ റോഡെല്ലാം മോശമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇവൾ പറഞ്ഞിട്ട് വന്ന പറയാണ്, ഒരു കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുക തിരിച്ചു വരുമ്പോൾ, ഈ റോഡെല്ലാം നന്നാകണം, അടുത്ത പ്രാവശ്യം ഇവിടെ എയർപോർട്ട് വരണം, വേളാങ്കണ്ണിക്ക് എയർപോർട്ട് വരണം. അപ്പോൾ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ഒരു 5-6 പ്രാവശ്യം കഴിഞ്ഞ് പോയപ്പോഴത്തേക്ക് റോഡൊക്കെ ഡബിൾ റോഡാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ അവിടെ പ്രൈസ് ദി ലോർഡ്. വേളാങ്കണ്ണി പോകുന്ന റോഡ് അവിടെ ഡബിൾ റോഡായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതുപോലത്തെ ചില കാര്യങ്ങളൊക്കെ ദൈവം അത് അവളായിട്ടില്ല, പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കുക. അപ്പോൾ നിങ്ങളെയും ദൈവം പ്രയോജനപ്പെടുത്തും. ചില കാര്യങ്ങളെല്ലാം അത് ബൈബിൾ വായിച്ച് ഈ വിഷയത്തെക്കുറിച്ച്, അപ്പോൾ കുറേ ബൈബിൾ വായിക്കുമ്പോഴത്തേക്കും നിനക്ക് ആവശ്യമുള്ള വചനം ഏതാണ്, ഇപ്പോൾ എടുത്ത് ചൊല്ലി അത് ചൊല്ലി പ്രാർത്ഥിക്കേണ്ട ഏതാണ്, അത് മതി. കൗൺസിലിംഗ് ഒന്നും വേണ്ട, ആരും മെസ്സേജൊന്നും എടുക്കണ്ട. ദൈവം നിന്നോട് നേരിട്ട് സംസാരിക്കും, ഓരോരുത്തരോടും നേരിട്ട് സംസാരിക്കുക. അതാണ് വചനം. പ്രൈസ് ദി ലോർഡ്.